അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഒരു ചെറിയ സൂറത്ത് രാവിലെയും വൈകുന്നേരവും ഓതാൻ നിങ്ങൾ റെഡിയാണോ? ഒരു 1-2 മിനിറ്റ് രാവിലെയും വൈകുന്നേരവും മാറ്റിവെച്ചാൽ വലിയ പ്രതിഫലങ്ങൾ കിട്ടുന്ന, അതിലുപരി നമ്മുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്നു കിട്ടുന്ന, സാമ്പത്തികമായിരിക്കുന്ന പുരോഗതിക്ക് കാരണമാകുന്ന ഒരു ചെറിയ സൂറത്ത് ഏതാണ് എന്ന് നമുക്ക് കേൾക്കാം ഇൻഷാ അല്ലാഹ്. വീഡിയോ പൂർണ്ണമായും കേൾക്കുക. ഒരു മാഷാ അല്ലാഹ് കമൻ്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ധാരാളം സമ്പത്ത് നമുക്ക് പടച്ച റബ്ബ് നൽകും ഈ സൂറത്ത് പാരായണം ചെയ്യുന്നതിലൂടെ. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഫലം അല്ലാഹു തആല നമുക്ക് നൽകും. സന്തോഷവും സമാധാനവും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കിട്ടും ഈ സൂറത്ത് പതിവാക്കിയാൽ. മാത്രവുമല്ല, എല്ലാ സങ്കടങ്ങളും നമ്മിൽ നിന്ന് അകന്നകന്നു പോകും. വീട്ടിലെ ദാരിദ്ര്യമെല്ലാം അകലുന്നതാണ്. വീട്ടിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവുമൊക്കെ വീട്ടിൽ നിറയും ഈ സൂറത്ത് പതിവാക്കിയാൽ. നല്ല ജീവിതവും നല്ല ജോലിയുമൊക്കെ നമുക്ക് കിട്ടും ഈ സൂറത്ത് നാം പതിവാക്കുകയാണെങ്കിൽ. രാവിലെയും വൈകുന്നേരവും, രാവിലെ സുബഹി നിസ്കാര ശേഷവും വൈകുന്നേരം അതല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിക്കൊണ്ട് കുറഞ്ഞ സമയം ഈ സൂറത്ത് ഓതാൻ നാം മാറ്റിവെച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ പറഞ്ഞ പ്രതിഫലങ്ങളും നേട്ടങ്ങളുമൊക്കെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. സൂറത്ത് നമുക്കൊക്കെ അറിയുന്ന സൂറത്താണ്. പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്ന പുരുഷന്മാരൊക്കെ ഇമാമ് ഈ സൂറത്ത് ഓതുന്നത് കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകും. സ്ത്രീകൾ ഇൻഷാ അല്ലാഹ് വീഡിയോയിലൂടെ ഈ സൂറത്ത് കേട്ട് നിങ്ങൾ പഠിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഈ സൂറത്ത് പതിവാക്കുക. സൂറത്തുൽ ഖാരിഅ, അതാണ് നാം പാരായണം ചെയ്യേണ്ട സൂറത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനുൻ നാസു കൽ ഫറാശിൽ മബ്സൂസ് وتكون الجبال كالإهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما من خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. ഇതാണ് സൂറത്ത്. ഈ സൂറത്തിനെയാണ് നാം പാരായണം ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് പതിവാക്കുക. അല്ലാഹു തആല എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ചൊരിഞ്ഞു തരുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തി, മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും ورحمة الله.